മച്ചാന്മാരെ ഫയൽ എല്ലാവരും കാത്തിട്ട് നമ്മുടെ ക്ലെയിം റിവാർഡിൻ്റെ അകത്ത് എന്താണ് വരാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ക്ലെയിം റിവാർഡും കാര്യങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു വാന് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. വേറെ വാന് കാര്യങ്ങളൊന്നുമല്ല, പിക്കപ്പ് വാനാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ പിക്കപ്പ് വാന് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇരിക്കുന്നത്, ഇതിൻ്റെ ചിപ്പ് കോഡും കാര്യങ്ങളും എന്താണ്, അതുപോലെ ക്ലെയിം റിവാർഡിൽ നിന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയും കാര്യങ്ങളും എല്ലാം ഞാൻ ഇന്ന് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്താൽ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഈ ക്ലെയിം റിവാർഡും കാര്യങ്ങളൊക്കെ ഏത് ട്രിക്ക് വഴി എടുക്കാൻ പറ്റുന്നതെന്നും കൂടെ ഞാൻ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഫുള്ളായിട്ട് വാച്ച് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഇത് മാക്സിമം ഷെയർ ചെയ്തുകൊണ്ടാണ്, കാരണം അവരും ഇത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ക്ലെയിം റിവാർഡും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് മാക്സിമം എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കേണ്ടതാണ്. അതുപോലെ ചാനലും കാര്യങ്ങളൊക്കെ മസ്റ്റായിട്ട് ഫോളോ ചെയ്തിരിക്കാൻ ശ്രമിക്കേണ്ടതാണ്. അതിന് മുമ്പായിട്ട് നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ ഗെയിമിൻ്റെ അകത്തൊരു പുതിയ പവേഴ്സും കാര്യങ്ങളും വന്നിട്ടുണ്ട്, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറേ പേർക്ക് ഇപ്പോഴും അറിയത്തില്ല എൻ്റെ ചിപ്പ് കോഡും കാര്യങ്ങളും എന്താണ്. അപ്പോൾ അത് ആദ്യം ഞാൻ പറയുന്നതാണ്, നമ്മുടെ #ടാഗ് അടിച്ച് കോൾ ചെയ്യുമ്പോൾ നമ്മുടെ പവറും കാര്യങ്ങളൊക്കെ ആക്ടിവേഷൻ ആവുന്നതാണ്. അപ്പോൾ കുറേ പേര് ഇപ്പോഴും അയൺമാൻ്റെ ക്യാരക്ടർ എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ കുറേ പേര് എന്നോട് കമൻറ്റ് ചെയ്തായിരുന്നു, ഈ അയൺമാൻ്റെ ക്യാരക്ടർ എടുത്താൽ മാത്രമേ കിട്ടത്തുള്ളൂ എന്ന്. അതുപോലെ തന്നെ കുറേ പേർക്ക് അയൺമാൻ്റെ ക്യാരക്ടർ കാര്യങ്ങൾ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ചെറിയൊരു ഭാഗം തന്നെ എടുക്കുന്നത്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഈ അയൺമാൻ്റെ ക്യാരക്ടർ അല്ലാതെ വേറെ ഏത് ക്യാരക്ടറോ അല്ലെങ്കിൽ ഫ്രാങ്കിളുടെ ക്യാരക്ടറോ അതൊക്കെ വെച്ച് നമുക്ക് നമ്മുടെ പവറും കാര്യങ്ങളും യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക്. ആ പവർ വെച്ച് നമുക്ക് ഏതൊരു ആനിമലിനെയും ഒറ്റ ടാപ്പിലൂടെ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റുമെന്നാണ് ഇതിൻ്റെ ഒരു പവറിൻ്റെ ഒരു ഗുണം കാര്യങ്ങളൊക്കെ. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്, നമ്മളിപ്പം 2 ആനിമലിൽ ഒരു ഫയറിൽ തന്നെ കൊന്നു കളഞ്ഞു. അതുപോലെ തന്നെ കാറും ആനിമലും കൂടെ നിന്ന് കൊന്നു കളഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് തൊട്ടടുത്തൊരു ബൈക്കും കാര്യങ്ങളും വരുന്നുണ്ട്. നമുക്ക് ആ ബൈക്കിനെ കൂടെ ഒന്ന് വെടിവെച്ച് നോക്കാം. വെടിവെക്കല്ല, നമുക്ക് ആ ഫയർ ചെയ്ത് നോക്കാം. അതിപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ വണ്ടി കാര്യങ്ങളും കത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ NPC പ്ലെയറും കാര്യങ്ങളും പെട്ടെന്ന് തന്നെ ഡെഡായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് നമ്മുടെ പവറും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ നമുക്ക് അയൺമാൻ്റെ ക്യാരക്ടർ കാര്യങ്ങളും കിട്ടുന്നില്ല എന്ന് കുറേ പേര് പറഞ്ഞായിരുന്നു. അപ്പോൾ അയൺമാൻ്റെ ക്യാരക്ടർ കാര്യം കിട്ടാത്തവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫയലും കാര്യങ്ങളും ചെറുതായിട്ട് ബഗ്ഗും കാര്യങ്ങളൊക്കെ വന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പുതിയ ഫയലും കാര്യങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കയറി നിങ്ങൾക്ക് പുതിയ അയൺമാൻ്റെ ക്യാരക്ടറിൻ്റെ ഫയലും കാര്യങ്ങളും എടുക്കാവുന്നതാണ്. എടുക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, ironboy.glb എന്ന് പറയുന്ന സാധനം വരുമായിരിക്കും ഫയൽ പേര്. അപ്പോൾ അത് കാണുമ്പോൾ കുറേ പേര് സ്കിപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോഴേ പറയുവാണ്, ironboy.glb എന്ന് കണ്ടു സ്കിപ്പ് ചെയ്ത് അതാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. അതാണ് നമ്മുടെ അയൺമാൻ്റെ ക്യാരക്ടറിൻ്റെ ഫയലും കാര്യങ്ങളും. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ ഗെയിമിൻ്റെ അകത്ത് വന്നതിന് ശേഷം RGS മെനു എടുത്ത് ലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഫയലിനകത്ത് പോകുന്നതായിരിക്കും. ഫയൽ മാനേജറിൽ അവിടെ നിങ്ങൾക്ക് തപ്പിയാൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ഫയലും കാര്യങ്ങളും എവിടെയാണ് കിടക്കുന്നത് നിങ്ങൾ നോക്കേണ്ടതാണെങ്കിൽ. ഇല്ലെങ്കിൽ ഇങ്ങനെ നോക്കാൻ നിങ്ങൾക്ക് മടിയാണെങ്കിൽ മണ്ടയ്ക്ക് ഒരു സെർച്ച് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അവിടെ കയറി ക്ലിക്ക് ചെയ്തിട്ട് അയൺബോയ് എന്ന് ടൈപ്പ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ആ ഒരു ഫയലും കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും. ഫയൽ ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് തന്നെ നിങ്ങളുടെ ഗെയിമിനകത്തോട്ട് അയൺബോയുടെ ക്യാരക്ടറുകളും അയൺമാൻ്റെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. എന്തായാലും കിട്ടിയവരെല്ലാവരും ഒന്ന് കമൻസും കാര്യങ്ങളും ചെയ്യേണ്ടതാണ്. ഈ ഒരു പവറും കാര്യങ്ങളും അതുപോലെ തന്നെ ക്യാരക്ടർ കാര്യങ്ങളൊക്കെ കിട്ടിയവരൊന്ന് കമൻസും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ കിട്ടാത്തവർ എന്താണ് ഇഷ്യൂ, അവർക്ക് എന്താണ് പറ്റുന്ന ഇഷ്യൂ കാര്യങ്ങളൊന്ന് പറയുവാണെങ്കിൽ നമുക്ക് അതനുസരിച്ചിട്ട് ക്ലിയർ ഔട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാമായിരുന്നു. എന്ന് വെച്ചാൽ കുറേ പേർക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ മെത്തേഡല്ല, വേറെ കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിനകത്തുണ്ട്, ബഗ് ഇഷ്യൂസും കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് കമൻസും കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്, കിട്ടുന്നവരും കിട്ടാത്തവരും. അതുപോലെ തന്നെ ഇനി എല്ലാവരും കാത്തിരുന്ന് നമ്മുടെ റിവാർഡിൻ്റെ ഓപ്ഷനും കാര്യങ്ങളും എങ്ങനെയാണ് കിട്ടുന്നതെന്ന്. അപ്പോൾ റിവാർഡിൻ്റെ ഓപ്ഷൻ കിട്ടുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇത് അൺലിമിറ്റഡ് കോയിൻസിൽ കൂടെ ആയിരിക്കും നമുക്ക് ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉള്ളത്. അപ്പം നമുക്ക് സാധാരണ നമുക്കിപ്പോൾ കാര്യങ്ങളൊക്കെ വെച്ച് അത്രയും വരുമ്പോഴത്തേക്ക് ഒത്തിരി ടൈമും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ ആ ടൈമും കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനും കാര്യങ്ങളാണ് നമുക്ക് ഇങ്ങനെ അൾട്ടിമേറ്റ് കോയിൻസും കാര്യങ്ങളും. അതിനുണ്ട് അവിടെ PM10 കോൾ ചെയ്തിട്ട് നമ്മുടെ ഹൾക്കിൻ്റെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഹൾക്കിൻ്റെ ക്യാരക്ടർ കാര്യങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ എടുത്തതിന് വെച്ചതിന് ശേഷം നമുക്ക് നേരെ ബാക്ക് പോകേണ്ടതാണ്. ബാക്ക് പോയതിന് ശേഷം നമുക്ക് മെഷീനും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യണം. മെഷീനും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം ഇതിനകത്ത് മെഷീൻ 3 ഉണ്ട്. മെഷീൻ 3 എടുക്കണം. മെഷീൻ 1ഉം 2ൻ്റെ അകത്തും വർക്കും കാര്യങ്ങളാവുന്നില്ല, നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു. എന്നാലും 2ൻ്റെ അകത്ത് കുറച്ച് വർക്കൊന്നുണ്ട്, ഞാൻ പറഞ്ഞു തരുന്നതാണ്. അതിന് മുമ്പ് നമുക്ക് മെഷീൻ 3ക്കകത്ത് കയറിയിട്ട് നമുക്ക് അൾട്ടിമേറ്റ് കോഡ്സും കാര്യങ്ങളും എടുക്കാവുന്നതാണ്. അപ്പോൾ മെഷീൻ 3ൻ്റെ അകത്ത് കയറിയതിന് ശേഷം നമ്മുടെ ഹൾക്കിൻ്റെ പവർ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ജമ്പ് ചെയ്താൽ തന്നെ നമുക്ക് ഒത്തിരി ദൂരത്തോട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇത്രയും ഡൈനോസോഴ്സിനെ സ്കിപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകുമ്പം ഇഷ്ടംപോലെ ഡൈനോസോഴ്സും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ നിൽപ്പുണ്ട്. അപ്പം അതിനെ എല്ലാം കൂടെ ഒറ്റ ഒരു സ്ഥലത്തോട്ട് കൊണ്ടുവന്നതിനാൽ തന്നെ നമുക്ക് കുറച്ചുകൂടെ എളുപ്പം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചുകൂടെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ തന്നെ ഇവിടെ കാണാൻ പറ്റുന്നതാണ് ഇഷ്ടം പോലെ ഡൈനോസോഴ്സും കാര്യങ്ങളും. ഇനി നമ്മുടെ വെപ്പൺ കാര്യങ്ങളൊക്കെയാണ്. വെപ്പൺ എടുക്കുന്നത് വെച്ചാൽ നമ്മളിങ്ങനെ ദൂരത്തോട്ട്
മാറിയിട്ട് വെപ്പൺ എടുക്കാൻ പറ്റത്തില്ല. നമ്മുടെ മതിലെടുത്ത് ചേർന്ന് തന്നെ ഓടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ നമുക്ക് ആ ഒരു ഓപ്ഷൻ കാര്യങ്ങൾ വരും, ഗണ്ണിൻ്റെ ഓപ്ഷൻ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഗണ്ണിൻ്റെ ഓപ്ഷൻ കാര്യങ്ങൾ എടുക്കാവുന്നതാണ്. എടുത്തതിന് ശേഷം നിങ്ങൾ ഒരു സൈഡിൽ പോയതിന് ശേഷം നിങ്ങൾക്ക് അവിടെ വെച്ച് മിസൈലും കാര്യങ്ങൾ ചെയ്ത് നിങ്ങളുടെ ഡൈനോസോഴ്സിനെ എല്ലാത്തിനെ കൊല്ലാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ചാവത്തില്ല, അതോർത്ത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ വെടിവെക്കും നിങ്ങളുടെ കൂടെ ഡാമേജ് വരുമെന്ന് ഓർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല. ഡാമേജ് കാര്യങ്ങളൊന്നും വരത്തില്ല. അപ്പോൾ ഇവിടെ ആണെങ്കിൽ കുറേ ഡൈനോസോഴ്സിനെ കാര്യങ്ങളൊക്കെ ഞാൻ കൊല്ലുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്നതിന് ശേഷം നമുക്ക് ഇതിനകത്തിൻ്റെ കോയിൻസ് കാര്യങ്ങൾ കളക്ട് ചെയ്തതാണ്. കോയിൻസ് കാര്യങ്ങളൊക്കെ മൊത്തം കളക്ട് ചെയ്താൽ നമുക്ക് റിവാർഡിൻ്റെ ഓപ്ഷൻ കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ. അപ്പോൾ അതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ കഴിഞ്ഞ 2 വീഡിയോയിലും കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് റിവാർഡ് എടുക്കേണ്ടതും അതുപോലെ തന്നെ എങ്ങനെയാണ് റിവാർഡ് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ എടുക്കാവുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ റിവാർഡിൻ്റെ അകത്ത് എന്താണ് കിട്ടാൻ പോകുന്നതെന്നുള്ള രീതി ഞാൻ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ലാസ്റ്റായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായിരിക്കും നമുക്ക് റിവാർഡിൻ്റെ അകത്ത് കിട്ടാൻ പോകുന്നത്. അപ്പോൾ അത് ഇങ്ങനത്തെ രീതിയിൽ എങ്ങനത്തെ വഴിയിലായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നതെന്നുള്ള രീതിയും കൂടെയാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരോടും വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമ്മൾ അകത്തോട്ട് ചാടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, പക്ഷേ കുറച്ച് പാടാണ് അകത്തോട്ട് കയറാൻ വേണ്ടി. എന്തായാലും അകത്തോട്ട് ഞാനിപ്പോൾ കയറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. ട്രൈ ചെയ്ത് നോക്കേണ്ടത് നിൽക്കും പറ്റുന്നുണ്ടെങ്കിൽ കമൻസ് എങ്ങനെയാണ് ചെയ്യേണ്ടതാണ്. അൾട്ടിമേറ്റ് കോയിൻസ് കാര്യങ്ങൾ ഇപ്പോൾ എല്ലാവർക്കും എടുക്കാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻസ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ എടുക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ എന്താണ് റീസണും കൂടി പറഞ്ഞ് കമൻസ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നമുക്ക് ഹൾക്കിൻ്റെ ക്യാരക്ടർ മാത്രം വെച്ചിട്ട് നമുക്ക് അൾട്ടിമേറ്റ് കോയിൻസ് കാര്യങ്ങൾ എടുക്കാൻ പറ്റുന്നത്. വേറെയും കുറേ ക്യാരക്ടേഴ്സും കാര്യങ്ങൾ നമ്മുടെ ഗെയിമിനകത്തുണ്ട്, നമ്മുടെ സൂപ്പർമാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോയ്ക്ക് ശേഷം ഞാൻ ചെയ്ത് നോക്കിയതിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളാണ് ഞാൻ ഇട്ട് തന്നത്. ഞാൻ വാട്സപ്പ് ചാനലാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ വാട്സപ്പ് ചാനൽ ഉള്ളവർ, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് വാട്സപ്പ് ചാനൽ ഉള്ളവർക്കാണെങ്കിൽ അവർക്ക് എല്ലാവരും കാണാൻ പറ്റിയിട്ടുണ്ട് അതെങ്ങനെയാണ് ചെയ്യുന്നതിൻ്റെ അതിൻ്റെ ഫോട്ടോസ് കാര്യങ്ങൾ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതും കൂടി ചെക്ക് ചെയ്ത് നോക്കിയിട്ടാണ് വാട്സപ്പ് ചാനൽ ലിങ്കും കാര്യങ്ങൾ ഞാൻ ഇട്ടേക്കാം, കമൻറ്റ് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അവിടെ കയറി നിങ്ങൾക്ക് വാട്സപ്പ് ചാനൽ കൂടെ ഒന്ന് ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്താൽ തന്നെ കുറച്ചുകൂടി യൂസ്ഫുൾ കാര്യങ്ങളൊക്കെ ആയിരുന്നു തന്നെ. കാരണം വെച്ചാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് വന്ന ലീക്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കിട്ടുന്നതെന്നുള്ളതിൻ്റെ ഒരിടായിരുന്നു. അപ്പോൾ നമുക്ക് ക്ലെയിം റിവാർഡിൻ്റെ കാര്യത്തിലേക്ക് പോകാം. ക്ലെയിം റിവാർഡ് ഇങ്ങനെ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ. അപ്പോൾ അവിടെ നമ്മൾ ക്ലെയിം റിവാർഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ എനിക്കൊരു ഫോട്ടോ കാര്യങ്ങൾ വരും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഫോട്ടോ കാര്യങ്ങൾ, അത് പിക്കപ്പ് വാൻ്റെ ഫോട്ടോ കാര്യങ്ങളാണ്. അപ്പോൾ പിക്കപ്പ് വാൻ്റെ ഫോട്ടോ കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് പിന്നെ നേരെ ഗെയിമിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പിക്കപ്പ് വാനും കാര്യങ്ങൾ എടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പം ഇങ്ങനെയൊക്കെ ഒരു രീതിയിലൊക്കെയാണ് നമുക്കൊരു ക്ലെയിം റിവാർഡും കാര്യങ്ങളൊക്കെ കിട്ടാൻ പോകുന്നത്. ഇപ്പോൾ എല്ലാവരും ചെന്നിട്ട് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ആർക്കും വന്ന് കാണത്തില്ല ഈ ഒരു സാധനം. കാരണം ഈ സാധനം വരാൻ പോകുന്നേ ഉള്ളൂ, അപ്കമിങ് ഉള്ള സാധനമാണ് ഈ ക്ലെയിം റിവാർഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ ക്ലെയിം റിവാർഡും കാര്യങ്ങൾക്ക് ഇപ്പോൾ ജസ്റ്റ് പേര് എഴുതി ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ മെനു ഓപ്ഷനിലേക്ക് മാത്രമേ പോകത്തുള്ളൂ, വേറെ അങ്ങോട്ടും പോകത്തില്ല. അപ്പോൾ അതെന്തായാലും വരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കമൻസും കാര്യങ്ങളും വേണ്ടതാണ്. അപ്പോൾ ക്ലെയിം റിവാർഡിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വണ്ടി കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ കമൻസിനനുസരിച്ചിട്ടും അതിൻ്റെ ഡിമാൻഡ്സ് കാര്യങ്ങൾ കൂടുന്നതിനനുസരിച്ചിട്ട് മാത്രമേ നമുക്കത് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഇപ്പം നമുക്ക് ഒരു പിക്കപ്പ് വാനും കാര്യങ്ങളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് നോക്കിയതാണ്, അത് വർക്കും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഡെവലപ്പർ അതിനുള്ള വർക്കും കാര്യങ്ങളൊക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ക്ലെയിം റിവാർഡിൻ്റെ അകത്തോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള വർക്കും കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഉടനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കമൻറ്റ് വേണ്ടതാണ്. കമൻസിനനുസരിച്ചിട്ട് മാത്രമേ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ഒരാൾ മാത്രം 10 വട്ടം കമൻറ്റ് ചെയ്യരുത്, ചെയ്ത് കഴിഞ്ഞാൽ അത് കൊണ്ടുവരാൻ ചാൻസ് വളരെ കുറവാണ്. അതിന് പകരമായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്തിട്ട് അവരും കൂടെ ഒരു കമൻറ്റ് ചെയ്യാൻ പറയേണ്ടതാണ്. ഇപ്പം എൻ്റെ ഒരു കൂട്ടുകാരനോട് ഞാൻ പറഞ്ഞു, എടാ നമുക്കിപ്പം BM എടുക്കാം, BM കമൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനും BM കമൻറ്റ് ചെയ്യും, ഞാനും BM കമൻറ്റ് ചെയ്യും. എന്നിട്ട് അവൻ്റെ ഫ്രണ്ടിനോട് അങ്ങനെ പറഞ്ഞ് അവൻ്റെ ഫ്രണ്ടും അങ്ങനെ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ അത് കുറച്ചുകൂടി ഡിമാൻഡ് കാര്യങ്ങൾ കൂട്ടുന്നതായിരിക്കും. അല്ലാതെ ഞാൻ മാത്രം ഇപ്പോൾ 10 കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിന് യാതൊരു പ്രയോജനം കാര്യങ്ങളും കാണത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം അതും കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങളുടെ കമൻസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. കമൻസിന് അത്രയ്ക്ക് നല്ല ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളുണ്ട്. കമൻസിനനുസരിച്ചിട്ടാണ് നമുക്ക് ഓരോ ഐറ്റം കാര്യങ്ങളൊക്കെ കിട്ടാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോട് മാക്സിമം ഞാൻ പറയുന്നത് കമൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ട് ഒരു കമൻറ്റ് മാത്രം ചെയ്യുക. ആ കമൻറ്റ് തന്നെ വേറെ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരോടും അതേ കമൻറ്റ് തന്നെ ചെയ്യാൻ പറയുക. അങ്ങനെ ചെയ്യുന്നതനുസരിച്ചിട്ടായിരിക്കും നമുക്ക് കുറച്ചുകൂടെ ഡിമാൻഡ് കാര്യങ്ങളൊക്കെ കൂടുന്നത്. അപ്പോൾ എന്തായാലും മാക്സിമം നിങ്ങൾ അതിനുവേണ്ടി കമൻസ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. കുറേ പേര് ഗണ്ണെന്ന് പറയുന്നുണ്ടായിരുന്നു, റിവാർഡിൻ്റെ അത് ഗൺസും കാര്യങ്ങളൊക്കെ വരുമെന്ന്. അപ്പോൾ നമ്മളത് ഡെവലപ്പറോട് ചോദിച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കിയതിന് ശേഷം അത് വർക്കാവുന്നുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും. എന്നിരുന്നാൽ പോലും എല്ലാവരും മാക്സിമം കമൻസും കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്ത് ഐറ്റം എന്ന് വെച്ചാൽ അത് കമൻസും കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അതിനനുസരിച്ച് നമുക്കത് കൊണ്ടുവരാൻ പറ്റുമോ ഇല്ലയോ നോക്കാവുന്നതാണ്.
ഡെവലപ്പർ ഇപ്പോൾ വർക്കും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് എന്തായാലും ഒരു പ്രതീക്ഷ കാര്യങ്ങളൊക്കെ വെക്കാമെന്നാണ്. ഉടനെ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും അതിനുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ. എന്തായാലും റിവാർഡ്സിനകത്തോട്ട് എന്തൊക്കെ ഐറ്റംസ് കാര്യങ്ങളൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കമൻസ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അതുപോലെ നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഷെയർ ചെയ്തിട്ട് അവരോടും കൂടി ഒന്ന് കമൻസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയേണ്ടതാണ്. എന്നാലേ നമുക്ക് അതിൻ്റെ ഒരു ഡിമാൻഡ് കാര്യങ്ങളും കിട്ടത്തുള്ളൂ. അതുപോലെ എനിക്ക് ഈ പിക്കപ്പ് വാൻ ആണ് വേണ്ടെങ്കിൽ ഈ വരുന്ന അപ്ഡേറ്റിലേക്ക് ഫസ്റ്റ് റിവാർഡായിട്ട് നിങ്ങൾക്ക് പിക്കപ്പ് വാൻ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അവിടെ കമൻസും കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ പിക്കപ്പ് വാനും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നതായിരിക്കും. അതുപോലെ തന്നെ എൻ്റെ വാട്സപ്പ് ചാനലും യൂട്യൂബ് ചാനലും ഫോളോ ചെയ്തിരിക്കാൻ ശ്രമിക്കേണ്ടതാണ്. എന്നാലും പുതിയ പുതിയ അപ്ഡേറ്റ്സിൻ്റെ ലീക്സും കാര്യങ്ങളൊക്കെ വരും. നമ്മൾ ആദ്യം തന്നെ വാട്സപ്പ് ചാനൽ അറിയിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മസ്റ്റായിട്ട് കമൻറ്റ്സ് ചെയ്യേണ്ടതാണ്, ഫോളോ ചെയ്തേണ്ടത്. അപ്പം